മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പണം ചെലവഴിക്കുകയും പല രീതിയിലുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്നവർ ഒന്ന് ഓർക്കുക. മറ്റുള്ളവർ ഇമ്പ്രസ് ചെയ്യപ്പെടുന്നത് താങ്കൾ വാങ്ങുന്ന വസ്തുവകകളിലായിരിക്കും. അവർക്കൊരിക്കലും താങ്കളുടേതാണെന്നോ അത് താങ്കളുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വായിക്കാനോ പലപ്പോഴും പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെലവഴിക്കാൻ. നമ്മുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, ഒരു അർത്ഥ സമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ പണം വളർന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. തൻ്റെ പണത്തെക്കാളും തൻ്റെ സമ്പാദ്യത്തെക്കാളും വളരെ വലുതായി തന്നെ അവർ പണത്തെ ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആഡംബര വസ്തുക്കൾ, കാറുകൾ, വീടുകൾ, ഇങ്ങനെയുള്ളത് ലോണാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ബാധ്യതപ്പെട്ടിട്ടാണെങ്കിലും പല രീതിയിലുള്ള ആഡംബരങ്ങൾ കാണിക്കുന്നതിന് തയ്യാറെടുക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. യഥാർത്ഥ സമ്പത്ത് അവരുടെ ഉള്ളിലാണ്. ആ സമ്പന്നന് തീർച്ചയായും മറ്റുള്ളവരെ മനസ്സുകൊണ്ട് ഇമ്പ്രസ് ചെയ്യാൻ കഴിയും. ഒരു വ്യക്തിക്ക് സമ്പന്നത കൊണ്ട് ആ വ്യക്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ, സമാധാനമായും സന്തോഷത്തോടും ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, അങ്ങനെയുള്ളവർ തന്നെയാണ് യഥാർത്ഥ സമ്പന്നർ. ടെൻഷനും പേടിയെല്ലാം മാറ്റി മനസ്സിന്റെ ധൈര്യവും സമാധാനവും നിലനിർത്താൻ സ്പിരിച്വൽ ഗാദറിംഗിൽ പങ്കെടുക്കാം. ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ?